نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമാണോ? യെസ് ഗൈസ്, ഞാൻ അങ്ങനെയാണ് തുടങ്ങുന്നത്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ ഒരു ഇൻട്രോ കണ്ടിട്ടില്ലേ? അതായത് ഇപ്പോൾ വേറെ വ്ളോഗർമാരാണ് യെസ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അവരിങ്ങനെയാ പറയുന്നത് അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? കാർത്തിക് സൂര്യ ഒക്കെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഓരോരോ ഇൻട്രോ ഓരോ ആൾക്ക് രീതിയാണ്. എൻ്റെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെയല്ലല്ലോ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഇൻട്രോ എന്നോട് തന്നെ പറഞ്ഞു. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെയാണ് നമ്മൾ തുടങ്ങാറുള്ളത്. യെസ് ഗൈസ്, ഇംഗ്ലീഷാണ് നമ്മളിത് ചർച്ച ചെയ്യാൻ പോകുന്നത്. 4ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ ചോദ്യ പേപ്പർ നമ്മളിത് പൊളിച്ചടക്കും. അതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. അപ്പോ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെക് കിഡ്സ് യൂട്യൂബ് ചാനൽ സെറ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഓണം എക്സാമിന് ഇമ്പോർട്ടന്റ് പാർട്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്ത് ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് മക്കൾ പേഴ്സണലായിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ ഗൈസ്, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ LSS എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ചാനലിൽ സെറ്റ് ആണ്. ഇപ്പൊ ഏകദേശം 20-25ഓളം ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഗൈസ്, നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ്സുകളൊക്കെ കാണാൻ, ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പർ ആയിട്ടുള്ള 9496544588 എന്ന് പറയുന്ന ആ നമ്പറിലേക്ക് ഒരു ഹായ് അയക്കുക. ഏതിൽ അയക്കണം? വാട്സപ്പിൽ അയക്കണം. വാട്സപ്പിൽ ഹായ് അയച്ച ലിങ്ക് വരും. ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ, 1000ഓളം കുട്ടികൾ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ PDF-കളൊക്കെ ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. സെറ്റാണ്. അപ്പൊ ആ കാര്യങ്ങളൊന്നും ബ്ലൂ ഒന്നും പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. ക്രിസ്മസ് എക്സാം അടിച്ച് പൊളിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇല്ലേ? പോളിച്ച് തകർത്ത് അടിച്ച് കോയ്മരം കൊടുത്തരും. അതാണ് ഗൈസ്, നമ്മൾ പോവുകയാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. 9496544588 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിന്റെ PDF-കൾ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലേക്ക് അയച്ചു തരും. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഷമീൽ തറോൽ എന്നാണ്. ഇൻസ്റ്റന്റെ നെയിം എന്താ? ഷമീൽ തറോൽ. അതിലൊന്ന് ജോയിൻ ചെയ്തിട്ട്, പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒരു സബ്സ്ക്രൈബ്, ഗോ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് ഗൈസ്, ഗോ ആൻഡ് സബ്സ്ക്രൈബ്. ഒരു സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്, വെറുതെ കൊടുത്തല്ല. പോയി ഞെക്കട ചങ്ങായി വരെ ഞെക്ക്. പേടിപ്പിക്കും ഞാൻ. ഒരു ലൈക്കും കൂടെ. യെസ് ഗൈസ്, നമ്മൾ പോവുകയാണ് മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വി ആർ ഇൻട്രോഡ്യൂസിംഗ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലിസൺ ആൻഡ് ആൻസർ. Children, I am going to tell you about a river. Close your eyes and listen to your mother carefully. Mother should read aloud the paragraph for the children. Yes guys, അപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് നമ്മളൊന്ന് വായിച്ചു നോക്കുകയാണ്. Yes, you are standing on the bank of a river. It is beautiful river. The water is blue and clear. There are many kinds of fish playing in the water. A man is sitting in a small boat and trying to catch fish using his fish hook. There are big trees on the banks of the river. The sky looks like the sea and clouds look like boats sailing in the sea. Children, open your eyes. ഈ ഒരു സാധനം നമ്മൾ കണ്ണ് പൂട്ടിയിട്ട് നമ്മളോട് ഒരാൾ, നമ്മളിങ്ങനെ ഈ ഒച്ചപ്പാടൊന്നും ഇല്ലാണ്ട് നല്ല സുഖസുന്ദരമായിട്ട്, യു ആർ സ്റ്റാൻഡിങ് ഓൺ ദ ബാങ്ക് ഓഫ് എ റിവർ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ റിവർ. ദ വാട്ടർ ഈസ് ബ്ലൂ ആൻഡ് ക്ലിയർ. There are many kinds of fish playing in the water. A man is sitting in a small boat and trying to catch fish using a fishing hook. There are big trees on the banks of the river. The sky looks like a sea and clouds look like boats sailing in the sea. Children, open your eyes. ഇതിൽ മനോഹരമായിട്ടൊക്കെ പറയാൻ വേണ്ടി പറ്റും അല്ലേ? യെസ് ഗൈസ്, അപ്പോൾ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു റിവറിന്റെ ഒരു ചിത്രമാണ് നമ്മൾ. ആ റിവറിൽ ഇങ്ങനെ ഒരുപാട് മീനുകളുണ്ട്. ഒരു മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെങ്ങായി ഒരു ബോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവന്റെ മറ്റേ സാധനം എന്ന് പറഞ്ഞാൽ അതാ സാധനമല്ല, മറ്റേ സാധനം ഹുക്കില്ലേ, ഹുക്കുമായിട്ട് ചൂണ്ടയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ്. അപ്പോൾ അതിന്റെ ആകാശം കാണാൻ ഭംഗിയാണ് അല്ലേ? അങ്ങനെ പറയാണ്. യെസ് ഗൈസ്, അപ്പൊ നമ്മളോട് ചോദിക്കാം, നൗ റീഡ് ദ ക്വസ്റ്റ്യൻസ് അല്ലേ? ക്വസ്റ്റ്യൻ എന്താ പറയാ? ക്വസ്റ്റ്യൻ അങ്ങനെ എന്താ പറയാ? ക്വസ്റ്റ്യൻ അങ്ങനെ എന്താ പറയാ? തുപ്പൽ ഉറപ്പിച്ചു. ക്വസ്റ്റ്യൻ അങ്ങനെ എന്താ പറയാ? ക്വസ്റ്റ്യൻ എന്താ പറയില്ലേ? given below and answer them. It was a dash river. It was a dash river. എന്താണ് അവിടെ വരിക? It was a എന്താണ്? dash river. It was a എന്താണ്? beautiful അല്ലേ? It was a beautiful river. Next, the water was എന്താണ്? blue അല്ലേ? നെക്സ്റ്റ് എന്താ പറയുന്നത്? the fish were dash in the water. the fish were running ആണോ
ഫ്ലൈയിങ് ആണോ പ്ലേയിങ് ആണോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാ നോക്കൂ, ദ ഫിഷ് പ്ലേയിങ് ഇൻ ദ വാട്ടർ അല്ലേ. നമ്മൾ വിചാരിക്കും ഫിഷ് ഇപ്പൊ റണ്ണിങ് ആണെന്നൊക്കെ വിചാരിക്കും അല്ലെ. പ്ലേയിങ് ആണ്, അവർ കളിക്കുകയാണ് അല്ലെ. ദ ഫിഷ് വേർ പ്ലേയിങ് ഇൻ ദ വാട്ടർ. പിന്നെയോ ദ സ്കൈ ലുക്സ് ലൈക്ക് എ എന്താ വരുന്നത് സീ അല്ലേ. പിന്നെയോ എ മാൻ ഈസ് ട്രൈങ് ടു ക്യാച്ച് ഫിഷ് യൂസിങ് എ ഫിഷ് ഹുക്ക് ആണ് അല്ലെ. ഇതൊക്കെ ഞാൻ എന്താ ഒറ്റ പ്രാവശ്യം നോക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഞാനിത് ഇപ്പൊ നോക്കുകയാണ്, അല്ലാണ്ട് നിങ്ങളെ മാതിരി മുമ്പേ നോക്കിയിട്ടൊന്നുമില്ല. ഇപ്പൊ നോക്കുക തന്നെയാണ്, ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ട്, എന്നാലും ഒറ്റ പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്നത്? അങ്ങനെ നിങ്ങൾക്കും കിട്ടും, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ, ചില ആൾക്കൊക്കെ കിട്ടിയിട്ടില്ലേ. എന്തുകൊണ്ടാണത്? നമ്മൾ ആദ്യം വായിച്ച ആ ഒരു സാധനം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മിപ്പിക്കണം. ഞാൻ നേരത്തെ മലയാളം ക്ലാസ് പറഞ്ഞ പോലെ തന്നെ ഈ ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് മറ്റവന്റെ പേപ്പറത്തേക്ക് ഓൻ എന്താ എഴുതുന്നത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം കിട്ടൂല കേട്ടാ. അപ്പോൾ മറ്റേ ടീച്ചർ വന്നിട്ട് പേപ്പർ വാങ്ങിയിട്ട് ടീച്ചർ പോകും. വെറുതെ അതിനൊന്നും നിൽക്കട്ടെ ചങ്ങായിമാരെ, നോക്കിയിട്ട് എഴുതി കൂടും. നോക്കിയിട്ട് ഏതാ, മറ്റോ നോക്കിയിട്ടില്ല, സ്വന്തമായിട്ട്. യെസ് ഗൈസ്, അപ്പൊ ബ്യൂട്ടിഫുൾ, ബ്ലൂ, പ്ലേയിങ്, സീ, ഹുക്ക് കറക്റ്റ് അല്ലേ. ബ്യൂട്ടിഫുൾ എഴുതിയ കറക്റ്റ് ആണ്, ബ്ലൂ എഴുതിയ കറക്റ്റ് ആണ്, പ്ലേയിങ് എഴുതിയ കറക്റ്റ് ആണ്, സീ എഴുതിയ കറക്റ്റ് ആണ്, ഹുക്ക് എഴുതിയ കറക്റ്റ് ആണ്. കിട്ടിയിരിക്കുന്നു എനിക്ക് 5 മാർക്ക്. 5 മാർക്ക് കിട്ടിയിരിക്കുന്നു, 5 മാർക്ക്. ഇനി എനിക്ക് വേണ്ടത് 20 മാർക്കാണ്. അത് ഞാൻ ഇപ്പൊ സ്കോർ ചെയ്യും. 20 മാർക്കാണ് ഇപ്പൊ സ്കോർ ചെയ്യണം മക്കളെ. കാണട മക്കളെ, നോക്കട മക്കളെ. ആക്ടിവിറ്റി 2ലേക്കാണ് നമ്മൾ പോകാൻ നോക്കുന്നത്. 2ലേക്ക് നമ്മൾ പോവാണ്. റീഡ് സ്റ്റോറി ഗിവൺ ബിലോ. നോക്കാം. യെസ് ഗൈസ്, ഓ അയ്യോ. The frog and the mouse were friends. On a hot summer afternoon, the frog asked the mouse, നോക്കാം നമുക്ക്. Why don't you come with me and swim in the cool water of the pond? ആര് ചോദിക്കാണ്? റാറ്റിനോട് മൗസിനോട് ചോദിക്കാണ്. Why don't you come with me and swim in the cool water of the pond? അപ്പൊ the mouse replied, oh no, I cannot swim. അപ്പൊ പറയാണ്, എടാ ചങ്ങായി, പൊട്ട ചങ്ങായി, എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ, ഞാനങ്ങനെ അതിന്റെ അകത്ത് വീണ്ടിട്ടുണ്ടെങ്കിൽ ബ്ലും 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 മുങ്ങി മരിച്ചു അല്ലേ. പറയാണ്. The frog said, I have an idea. Let's try our legs together. നമ്മൾ രണ്ടാളെയും കാലി തമ്മിൽ ഇങ്ങനെ കെട്ടിക്കാളാന്ന് അല്ലേ. When I swim, you will be pulled along. നോക്കാം നമുക്ക് എന്താവും. The mouse liked the frog's idea. They tied their legs together and jumped into the pond. The frog enjoyed swimming, but the mouse was almost drowning. അല്ലേ. Water entered his ears, mouth, nose. At last he was choked to death. Friends, don't risk your life without thinking. അല്ലേ. തവള പറഞ്ഞത്, തവളക്ക് വെള്ളമൊക്കെ ഭയങ്കര സുഖമാണ്. വെള്ളം നഞ്ഞ് പേടിക്കുന്ന കാലൊക്കെ കെട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് നീന്തഞ്ഞിന്റെ അതിന്റെ മുകളിൽ കിടന്നൊന്നും ഇങ്ങനെ ആക്കി തന്നാന്ന് പറഞ്ഞതാ. ഇതൊക്കെ വിചാരിച്ചിട്ട് കാലൊക്കെ കെട്ടി നീന്താൻ തവള സുഖമായിട്ട് നീന്തിപ്പോയി. മറ്റേ ചങ്ങായി ആണെങ്കിലോ, എലി ആണെങ്കിലോ, എലിക്കെല്ലാം കൂടി വിഷയമായി, മൂക്കിൽ വെള്ളം കയറി, കണ്ണിലും എല്ലാം കൂടി മരിക്കാനായി പോയി അല്ലേ. അപ്പൊ എന്താ ലാസ്റ്റ്? ഫ്രണ്ട്സ്, ഡോണ്ട് റിസ്ക് യുവർ ലൈഫ് വിത്തൗട്ട് തിങ്കിങ്. ആലോചിക്കാണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കാൻ പാടില്ല അല്ലെ. വെറുതെ ഒരു പുഴ കാണുമ്പോഴേക്ക് നല്ല വെള്ളമാണല്ലോ, അതിൻ്റെ അകത്തൊക്കെ ചാടി കുളിച്ചാലോ, നമുക്ക് നീന്തം അറിയെങ്കിലും ചിലപ്പോൾ അതിൻ്റെ അകത്ത് മുതലേ ഉണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവുമോ? അതൊന്നും ചെയ്യരുത്. റിസ്ക് നമ്മൾ എടുക്കണ്ട. റിസ്ക് നമുക്ക് വേണ്ട അല്ലെ. റിസ്ക് വേണമെങ്കിൽ കഴിച്ചോളൂ, എത്ര വേണമെങ്കിൽ റിസ്ക് എടുക്കണ്ട. യെസ് ഗൈസ്, നമുക്ക് നോക്കാം. Who were the friends in the story? A pond and a frog and a mouse and a cat. ആരാണ്? A frog and a mouse അല്ലെ. The frog invited mouse to, എന്തിനാണ് ഇൻവൈറ്റ് ചെയ്തത്? swim അല്ലെ. എല്ലായിരുന്നു. പിന്നെയോ the mouse cannot swim. The frog got an idea. What was the idea? കാല് തമ്മിൽ കൂടെ ടൈ ചെയ്തിട്ട് സ്വിം ചെയ്യാൻ അല്ലേ. നോക്കാം. Find out the word from the story that means sink in water. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് what is the moral of the story? അതൊക്കെ നമുക്കറിയാം. നോക്കാം നമുക്ക്. ഫ്രോഗ് ആൻഡ് മൗസ് സ്വിം ആണ്. ടു ടൈ ദെയർ ലെഗ്സ് ടുഗെദർ അല്ലേ. പിന്നെന്താ? ഡ്രോയിങ് അല്ലേ. പിന്നെയോ ഡോണ്ട് റിസ്ക് യുവർ ലൈഫ് വിത്തൗട്ട് തിങ്കിങ്. അതാണ് ഈ ഒരു കഥയിലെ ഗുണപാഠം എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? ഒരു യുദ്ധം കഴിഞ്ഞതുപോലെ ഉണ്ടോ? യെസ് ഗൈസ്, നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. സെറ്റ് ആണോ? നിങ്ങൾ റെഡി ആണോ? എടാ ലൈക്ക് ചെയ്യാൻ മറന്നു. ഒരു ലൈക്ക് ഇടുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് ഒരു ലൈക്ക് താഴ്ട്ടെന്നുള്ളത് ചങ്ങായിമാരെ പോയിട്ട് ഒരു ലൈക്ക് ഇടറോ, ഒരു ലൈക്ക് ഇട്. എല്ലാവരും പോയിട്ട് അതിൻ്റെ മുകളിൽ എന്തൊക്കെ അങ്ങനെ കത്തുന്നൊക്കെ കാണും. ലൈക്ക് ഇടുമ്പോൾ ഭയങ്കര രസമാണ്. എൻ്റെ പുതിയ പാട്ടുകളൊക്കെ ഉണ്ട്. കാഴിക്കുഞ്ഞെന്നുണ്ട് പാട്ടെന്ന് പാടുമ്പോൾ ഞാനും ചെറുപ്പത്തിൽ കെയോ അതിൻ്റെ പുതിയ പാട്ടാണ്. അതിൻ്റെ ആസ്വാദന കുറിപ്പൊക്കെ ഉണ്ട്. LSSന്റെ മക്കൾക്കൊക്കെ ഡെയിലിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ LSSന്റെ മക്കളുടെ കുറേയുടെ ക്ലാസ്സിൻ്റെ വരാൻ ഇത് കാണാതെ നിൽക്കും. ഇത് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ യൂട്യൂബ് ഈ വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് ആയിക്കോളൂ, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. നിങ്ങളൊക്കെ കിഡ്സ് ആണല്ലോ, ചെറിയ കുട്ടികളല്ലേ, 4ാം ക്ലാസ്സിൽ എത്തിയത് പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ കുട്ടികളാണ് നിങ്ങൾ, കിഡ്സ് ആയിക്കാണ് ചിലപ്പോൾ വീഡിയോ. അങ്ങനെ കിഡ്സ് ആക്കി കഴിഞ്ഞാൽ
കാണാൻ ബുദ്ധിമുട്ടാണ്. കമന്റ് ഇടാൻ പറ്റൂല, അതന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാണ്. 1ാം ക്ലാസ് മുതൽ തുടങ്ങിയ ഡിസ്ക്രൈബ് ചെയ്യാം. വിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യാം. അണ്ടർ, ഓണ്, ഇന്ന് അല്ലേ, ഇതൊക്കെ നമ്മൾ പറയാം. നിയർ ഇതൊക്കെ നമുക്കറിയാം. നോക്കാം. One day the merchant and Ivan went to the forest to fetch firewood. Soon the wind rose, the sky became clouded, the lightning flashed, the thunder roared loudly, and then rain fell heavily. Describe the scene in your own words. കണ്ടോ നിങ്ങൾ ഇതാ അല്ലേ, കാറ്റ് നല്ലോണം വീശുന്നുണ്ട്, മിന്നലടിക്കുന്നുണ്ട്, മഴയാണെങ്കിൽ കിട്ടില്ല പോലത്തെ മഴ. ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയാം. എങ്ങനെയാണ് അവൾ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ. നോക്കൂ, ഇറ്റ് ഈസ് എ റെയിനി ഡേ. ഇറ്റ് ഈസ് എ റെയിനി ഡേ. നമ്മളൊരു ചിത്രം കാണുമ്പോൾ നമ്മൾ ആ ചിത്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് റെയിനി ഡേ അല്ലേ, മഴ പെയ്തോണ്ടിരിക്കല്ലേ ചിത്രത്തിൽ. നോക്ക്, ഈ ചിത്രത്തിൽ ഇവിടെ മഴ പെയ്തോണ്ടിരിക്കല്ലേ, കാണുന്നില്ലേ നിങ്ങൾ? മഴ പെയ്യുന്നത് കാണുന്നില്ലേ അല്ലേ? Yes guys, the wind is striking the trees, leaves are flying in the wind, the lightning flashes and roaring thunder follows. The sky is clouded. Ivan is standing under a tree. He is a bit frightened. അല്ലേ, ഈ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഭംഗിയിൽ എഴുതി കൊടുക്കാം. ഇതിന്റെ അർത്ഥം ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലടോ അല്ലേ. യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാണ്. സ്നേഹാസ് എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. I went to Ernakulam with my dad, mum and brother to attend the wedding function of my uncle last month. അർത്ഥം പറയണോ വേണ്ടല്ലോ. യെസ് ഗൈസ്, we started early morning in our car. It was a pleasant journey. We enjoyed the sunlight and beautifully colored sky in the morning. We reached Ernakulam 10 o'clock. The bride and groom arrived in beautifully decorated cars. The church was full with people dressed rich in colors. After the wedding, we enjoyed the delicious food arranged in the reception hall. It was a joyful experience. ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. ഇവള് സ്നേഹയാണ്. ഇവള് എന്തിനാ പോയത്, എവിടെയൊക്കെ പോയത്? എറണാകുളത്തൊക്കെ പോയത്. എന്തിനാ പോയത്? കല്യാണത്തിനാ പോയത്. ആരൊക്കെ കൂടെയാണ്? ഡാഡ് ഉണ്ട്, മമ്മുണ്ട്, ബ്രദർ ഉണ്ട്. ആരുടെ കല്യാണമാണ്? അങ്കിളിന്റെ വെഡിങ് ഫംഗ്ഷൻ ഓഫ് മൈ അങ്കിളിന്റെ കല്യാണം തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അങ്കിളിന്റെ മോൾ തന്നെ ആയിരിക്കും. അപ്പൊ രാവിലെ കാറിൽ പോയി, നല്ല യാത്രയായിരുന്നു അല്ലേ. എറണാകുളത്ത് എത്തി 10 മണിക്ക്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നല്ല കാറിലാണ് ബ്രൈഡ് വന്നത് അല്ലേ. അവിടെ ചർച്ച് വാസ് ഫുൾ വിത്ത് പീപ്പിൾ ഡ്രസ്ഡ് റിച്ച് ഇൻ കളേഴ്സ് ഒക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം നമ്മളെ പരിപാടി എന്താ. Did you have any such experience? Who did you go with? Where did you go? How did you go? How was your journey? What memories do you have about the journey? Write your experience in a few sentences. ഏടെങ്കിലും പോയത് എഴുതിക്കൊണ്ടോ. കോഴിക്കോട്ട് പോയതായാലും വേണ്ടില്ല, ഇനി വേറെ ഏടെങ്കിലും പോയത്, ഏടെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ടെങ്കിലും എഴുതി കൊടുക്കുക കേട്ടോ. ആരുടെ കൂടെ പോയി, എവിടെയാണ് പോയത് അല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ജേർണി, അതൊക്കെ വെച്ചോണ്ടല്ലേ ആക്ടിവിറ്റി നോക്കാം നമുക്ക്. യെസ്, I visited a food festival at Kottayam. നിങ്ങൾക്ക് വേണേൽ കോഴിക്കോടാക്കാം, ആ ബീച്ചാക്കാം അല്ലേ. In the last summer vacation, I went with my mom, dad, relatives and cousins. We went by a traveler. The journey itself was a joyful trip. We sang songs and cracked jokes. In the food fest, we enjoyed different types of dishes, both Indian and foreign. We all enjoyed the whole day. എന്താ, വളരെ സിമ്പിൾ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി നേരത്തെ നിങ്ങളൊരു എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ ആ എക്സ്പീരിയൻസിലുള്ള കുറച്ച് ഭാഗങ്ങൾ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഐ വിസിറ്റഡ് ഫുഡ് ഫെസ്റ്റിവൽ, ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ ആക്കി കൊടുക്കുക. അവിടെ നേരത്തെ പോയത് കല്യാണ ഫംഗ്ഷൻ ആണ്, മാറ്റി ഫുഡ് ഫെസ്റ്റിവൽ ആക്കി, സ്ഥലവും മാറ്റി കൊടുക്കുക. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എഴുതി നമുക്ക് മാർക്ക് വാങ്ങിക്കാം. അങ്ങനെയും മാർക്ക് വാങ്ങിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ട്രിക്കും നമ്മുടെ ബുദ്ധിയും കൂടി ചേരുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകണം. ആക്ടിവിറ്റി 5 ആണ്, കൺവെർസേഷൻ ആണ്. കൺവെർസേഷൻ അല്ലേ, കോൺവെർസേഷൻ നമുക്ക് നോക്കാം. Imagine you lost your way back from church. You met an elderly neighbor. Write the likely conversation. അല്ലേ പറയാം. ഹലോ അങ്കിൾ, ഡിഡ് യു സീ മൈ പാരൻസ് അല്ലേ. അവിടെ കല്യാണത്തിന് പോയ സമയത്ത് പാരൻസിന് നഷ്ടമായി അല്ലേ. അവിടെ നിന്ന് ചർച്ചിൽ നിന്ന് പാരൻസിന് നഷ്ടമായി. അപ്പൊ അവിടെ ഒരു അങ്കിളിനെ കാണാണ്, അങ്കിളിനോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത്? ഹലോ അങ്കിൾ, ഡിഡ് യു സീ മൈ പാരൻസ്? നോ, I didn't.
അല്ലേ? എന്താണ് അവിടെ വരിക? I went to the church but I lost my way. അല്ലേ? അപ്പോൾ അവിടെ എന്തോന്ന് ചോദിക്കുന്നത്? I went with my mom. അപ്പോൾ don't cry. അവിടെ എന്തോ ഒരു ആൻസർ പറയുന്നത് thank you uncle. നോക്കാം നമുക്ക്. Hello my uncle. Did you see my parents? No, I didn't. അല്ലേ? Where did you go? അപ്പോൾ പറയാണ് I went to the church but I lost my way. അല്ലേ? അപ്പോൾ പറയാണ് who did you go with? അപ്പോൾ പറയാണ് I went with my mom. Don't cry. I will take you home. താങ്ക് യു അങ്കിൾ. അല്ലേ? ഇങ്ങനെയും കൊടുക്കാം. ഇത് ഒരു വേറെ രീതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതായത് ഈ ഒരു കോൺവെർസേഷന് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. ഇതേപോലെ കൊടുക്കണമെന്നൊന്നുമില്ല. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ കൊടുത്താലും മതി. യെസ് ഗൈസ്, നമ്മൾ പോവാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തോട്ട്സ്. അല്ലേ? തോട്ട്സ് എഴുതുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയുന്നതാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഓ മൈ ഗോഡ്. അല്ലേ? തോട്ട്സ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എന്ത്? ഓ മൈ ഗോഡ്. അല്ലേ? നമുക്ക് നോക്കാം. The child lost in the fire began to cry in fear. He ran all direction calling his parents. He didn't know what to do. What would be the child thoughts? Write the thoughts of the child. അല്ലേ? Where are my parents? അല്ലേ? ഇവിടെ വേണമെങ്കിൽ ആദ്യം നമുക്ക് ഓ മൈ ഗോഡ്. അല്ലേ? ഓ ഗോഡ്, where are my parents? Can I find them again? Will anybody help me to find them? My parents may be searching me. They may be very sad. It is my mistake. I ran to the giant wheel without asking them. My mother may be crying. If I find them again, I will never go away from them without their permission. അല്ലേ? അപ്പോൾ ആ കുട്ടിയുടെ നമുക്കറിയാം ചെയിൻ വീൽ കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടി പോയ സമയത്ത് പാരൻസിനെ മിസ്സാകുന്ന ഒരു കഥയുണ്ടായിരുന്നു നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അല്ലേ? ആ ഒരു സംഭവമായി ബന്ധപ്പെട്ടുള്ള സാധനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗായ്സ്. അല്ലേ? അപ്പോൾ ഈ ഒരു സംഭവം where are my parents? അല്ലെ? where are my mom? where are my pops? അല്ലേ? എവിടെയാണ്? Can I find them again? എനിക്ക് അവരെ വീണ്ടും കാണാൻ വേണ്ടി പറ്റും. Will anybody help me to find them? My parents may searching me. അല്ലേ? അവർ ചിലപ്പോൾ എന്നെ തിരയുന്നുണ്ടാവും. They may be very sad. അവർ ഭയങ്കര സങ്കടത്തിലായിരിക്കും. It is my mistake. അതെന്റെ മിസ്റ്റേക്ക് തന്നെയാട്ടോ. I ran to the giant wheel without asking them. ഞാൻ ആ giant wheel കണ്ടപ്പോൾ അതിന്റെ അടുത്തേക്ക് അവരോട് സമ്മതം ചോദിക്കാണ്ട് ഓടിപ്പോയതാണ്. My mother may be crying. എൻ്റെ അമ്മ ചിലപ്പോൾ കരയുന്നുണ്ടാവും. If I find them again, ഞാൻ കാണുകയാണെങ്കിൽ I never go away from them without their permission. ഞാൻ ഇനി ഒരു സ്ഥലത്തേക്കും അവർ അനുവാദം ഇല്ലാണ്ട് ഞാൻ പോവുകയല്ല. അല്ലേ? ആ കുട്ടിയുടെ തോട്ട്സ് ആണ്. എത്ര മനോഹരമായിട്ടുള്ള തോട്ട്സ് ആണ്. നിങ്ങളെ പോലെയുള്ള തോട്ട്സ് ആണോ എഴുതി? നിങ്ങൾ ഇങ്ങനെയാണോ എഴുതുക? അങ്ങനെയാണെങ്കിൽ അടിപൊളിയാണ് മക്കളെ. യെസ് ഗൈസ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിച്ച്. ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് കാണാൻ പറഞ്ഞു മതി. ഇംഗ്ലീഷ് എന്നല്ല, മലയാളമല്ല, മാത്സ് അല്ല, EVS അല്ല, അറബിക് അല്ല, ഒന്നിന്റെയും ഇമ്പോർട്ടന്റ് പാർട്സ് കാണാൻ പറഞ്ഞു പോകരുത്. അതും കാണണം, സെറ്റ് ചെയ്യണം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. യെസ് ഗൈസ്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഗോ ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് പ്ലീസ് ലൈക്ക്. ഓക്കെ ഗൈസ്, നമ്മൾ പോവാണ്. സൈനിങ് ഔട്ട്. ബൈ. ലവ് യു ഗൈസ്. ബൈ.